ഹായ്, ഈ നോമ്പുകാലം ആരോഗ്യപ്രദമാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു 3 ടിപ്പ് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോമ്പ് തുറന്നാൽ ഉടനെ ബൾക്കായിട്ട്, അതായത് അമിതമായിട്ടുള്ള ആഹാരം അറ്റ് എ ടൈം കഴിക്കാതിരിക്കുക. ഇൻ ബിറ്റ്വീൻ കുറച്ച് ഫുഡ് കഴിക്കുന്നതായിരിക്കും നമുക്കത് ഡൈജസ്റ്റ് ആകാനും ഹെൽത്തിനും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അത്രയും നേരം ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പം ശരീരം ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം പുതിന വാട്ടർ, ലൈം ജ്യൂസ്, കോക്കനട്ട് വാട്ടർ, സൂപ്പ്, ഫ്രഷ് ജ്യൂസ്, അതായത് വിത്തൗട്ട് ഷുഗർ, ഇതെല്ലാം കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഷുഗറുള്ള പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ ഫ്രഷ് ജ്യൂസും ഈ പുതിന ജ്യൂസും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ഈ നമ്മുടെ പ്രഗ്നന്റ് ലേഡീസ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം അത് കുഞ്ഞിനെ കൂടെ എഫക്റ്റ് ആകും. കാരണം അത്രയും നേരം അവർ വെള്ളം കുടിക്കുന്നില്ല, ആഹാരപദാർത്ഥം അവരിൽ നിന്നാണോ കുട്ടിക്ക് കിട്ടുന്നത്, ഇതൊന്നും നടക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം അത് കുഞ്ഞിന്റെ ഹെൽത്തിനെ ബാധിക്കാൻ ചെറിയ രീതിയിൽ അത് ബാധകമായിരിക്കും. അതുകൊണ്ട് കഴിവതും ആ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ അവര് ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് ഓരോരുത്തരുടെ വിശ്വാസം, ഓരോരുത്തരുടെ ഇതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്.